നമസ്കാരം. 2 സംഭവങ്ങൾ പറയാം. ജപ്പാനിലെ ടോക്കിയോ നഗരത്തിനടുത്തുള്ള ഒരു ചെറിയ മൃഗശാലയിൽ പ്രസവിച്ച ഉടനെ അമ്മ കുരങ്ങാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടിക്കുരങ്ങനുണ്ട്. മൃഗശാലയിലെ ജീവനക്കാര് പഞ്ച് എന്ന് പേരിട്ട ഈ കുട്ടിക്കുരങ്ങനെക്കുറിച്ച് ദ മങ്കി ദറ്റ് മെയ്ഡ് ദ വേൾഡ് ക്രൈ എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത വൈറലായത് ഒരുപക്ഷെ നിങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവാം. പ്രസവിച്ച ഉടനെ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കുട്ടിക്കുരങ്ങനെ ഏതാണ്ടൊരു 6 മാസക്കാലം മനുഷ്യരാണ് വളർത്തിയത്. മനുഷ്യരാൽ വളർത്തപ്പെട്ടതുകൊണ്ട് തന്നെ കുരങ്ങന്മാരുടെ സോഷ്യൽ സ്കില്ലും സോഷ്യൽ കോഡുമൊന്നും പഞ്ചിന് വശമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാവണം മൃഗശാലയിൽ എത്തിച്ചപ്പോൾ മറ്റു കുരങ്ങന്മാർ പഞ്ചിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ചത്. ഒറ്റപ്പെട്ടുപോയ കുട്ടിക്കുരങ്ങനെ കൂട്ടായത് മൃഗശാലയിലെ ജീവനക്കാർ നൽകിയ ഒരു കുരങ്ങൻ്റെ പാവയാണ്. പോകുന്നിടത്തും വരുന്നിടത്തുമൊക്കെ ഈ കുട്ടിക്കുരങ്ങൻ ഈ പാവക്കുരങ്ങനെ വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. കഴിക്കുന്നതും കളിക്കുന്നതും ഉറങ്ങുന്നതുമൊക്കെ ഈ പാവക്കുരങ്ങിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നുകൊണ്ടാണ്. സ്നേഹിക്കാനും കരുതാനും കൂട്ടുകൂടാനും ഒന്നും ആരുമില്ലാതിരുന്ന കുട്ടിക്കുരങ്ങനെ ജീവനായത് ജീവനില്ലാത്ത ആ കുരങ്ങൻ്റെ പാവയാണ്. രണ്ടാമത്തെ സംഭവം, ഇന്നലെ വൈകിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് ഫോൺ ചെയ്തു. സംസാരിച്ചു തുടങ്ങി ഏതാണ്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എടാ ഞാൻ തിരിച്ചു വിളിക്കാം, എനിക്ക് മറ്റൊരു കോൾ വരുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തു. ഏതാണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ വിളിച്ചതാണ്, ഞാൻ തറവാട്ടിൽ പോയിരുന്നു അച്ഛനെയും അമ്മയെയും കാണാൻ. തിരിച്ച് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഞാനിവിടെ സേഫായിട്ട് എത്തിയോന്നറിയാൻ അച്ഛൻ വിളിച്ചന്വേഷിച്ചതാണ്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരന് ഏതാണ്ട് 50 വയസ്സോളം പ്രായം വരും. ഇന്നലെ മുതൽ ഈ 2 കാര്യങ്ങളും എൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലിങ്ങനെ തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ദിവസം മുഴുവൻ ഞാൻ ഈ 2 സംഭവങ്ങളെക്കുറിച്ച് മാത്രമാണ് ആലോചിച്ചു കൊണ്ടിരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും ഒട്ടും അതിശയോക്തി ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സംഭവം പറയുമ്പോൾ, കഥ പറയുമ്പോൾ അതിൻ്റെയൊക്കെ അവസാനം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു മോറൽ, ഒരു മെസ്സേജ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്നതാണ് ഈ 2 സംഭവങ്ങളും തരുന്ന പാഠം, സന്ദേശം എന്ന് പറയാൻ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാവുന്നു. ഏതായാലും നിങ്ങളോട് ഈ 2 സംഭവങ്ങളും പറയണമെന്ന് തോന്നി. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്താണോ അതാണ് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. ചിലർക്കത് ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെ ഓർക്കലാവാം, മറ്റു ചിലർക്ക് ജീവിതത്തിൽ ഓർമ്മയായിപ്പോയ അനുഗ്രഹങ്ങളുമാവാം.